ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മളൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളത് ക്ലിക്ക് ചെയ്യണോ, എന്താണ് അത് ചെയ്താലുള്ള ഗുണം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് അത് എനേബിൾ ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമ്മളത് വായിച്ച് മനസ്സിലാക്കി ചാനലിന് ഗുണകരമാണോ അതോ ദോഷമാണോ എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം, അറ്റ്ലീസ്റ്റ് എന്താണ് കാര്യമെന്ന് അറിഞ്ഞ ശേഷം മാത്രം നമ്മൾ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഞാൻ ഫസ്റ്റിലെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, യൂട്യൂബ് നമ്മളോട് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. അതായത് യൂട്യൂബ് പറയുന്നത് നമ്മുടെ വീഡിയോസ് തേർഡ് പാർട്ടി കമ്പനികൾക്ക് AI ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള കൺസെൻ്റാണ്. അപ്പോൾ അത് നമ്മൾ ഓക്കെയാണ്, എൻ്റെ വീഡിയോസ് അവർക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു സെറ്റിങ്സ് പോയിട്ട് അലോച്ച് കൊടുക്കാം. അതല്ല, എൻ്റെ വീഡിയോസൊന്നും ഇതുപോലെ തേർഡ് പാർട്ടി കമ്പനീസിന് ആക്സസ് വേണ്ട, അവരുടെ AI ട്രെയിനിങ് പർപ്പസിനൊന്നും എൻ്റെ വീഡിയോ യൂസ് ചെയ്യണ്ട എന്നാണെങ്കിൽ നമുക്കത് ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാതെയും ഇരിക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളത് എനേബിൾ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങളത് പ്രത്യേകം പോയിട്ട് ഡിസേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത് ഓഫായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിതൊരു തേർഡ് പാർട്ടി കമ്പനീസിനൊക്കെ ആക്സസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിന് നമുക്ക് എന്താണ് ബെനിഫിറ്റ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റേഴ്സിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് യൂട്യൂബ് ഇതുവരെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ വീഡിയോസ് അവരിങ്ങനെ ഒരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി AI ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും ഇതുവരെ യൂട്യൂബ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ളതും അതുപോലെ ഈ ഓപ്ഷൻസൊക്കെ എവിടെയാണെന്നുള്ളതും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് അറിഞ്ഞിട്ട് നിങ്ങൾ വേണയോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുക. കാരണം ഇതിൻ്റെ യൂസ് എന്താണ്, ഇതിൻ്റെ ഒരു യൂസ് നമുക്ക് ക്രിയേറ്റേഴ്സിന് എങ്ങനെ യൂസ്ഫുൾ ആകുന്നു മാത്രമല്ല, അതുകൊണ്ട് ദോഷം എന്താണെന്നുള്ളതൊക്കെ ഇതൊന്ന് റണ്ണായി തുടങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിങ്ങളിത് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസിന് തേർഡ് പാർട്ടി കമ്പനികൾക്ക് ആക്സസ് കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെ മനസ്സിലാകുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ എനേബിൾ ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ളൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം. യു ക്യാൻ നൗ ചൂസ് ഇഫ് യു വാണ്ട് ടു അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു യൂസ് യുവർ കണ്ടൻറ് എന്നുള്ളത്. തേർഡ് പാർട്ടി കമ്പനീസിന് നമ്മുടെ കണ്ടൻറ് അവരുടെ AI മോഡൽസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു കൺസെൻറ്റ്, ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം വ്യൂ സെറ്റിങ്സ് എന്നുള്ളത്. ആ ഒരു വ്യൂ സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇല്ല, ഇതുപോലെ തേർഡ് പാർട്ടി ട്രെയിനിങ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലൂടെ ലഭിക്കും. ഇപ്പോൾ ഇവിടെ കാണാം തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിൽ പോയി നോക്കുക. ഇത് പലർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഒരു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. അപ്പോൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരും. അവിടെ നമുക്ക് ചാനൽ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ചാനലിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റൈറ്റ് സൈഡിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത ശേഷം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലും തേർഡ് പാർട്ടി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പുതിയ സെറ്റിങ്സ്, ഈ ഒരു പുതിയൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, അലോ തേർഡ് പാർട്ടി കമ്പനീസ് ടു ട്രെയിൻ AI മോഡൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെർമിഷൻ നമ്മളവിടെ ഒരു ക്ലിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ആ ടിക്ക് നമ്മൾ കൺസെൻറ്റ് കൊടുക്കുമ്പോൾ അവിടെ വരുന്നത് സെലക്ട് തേർഡ് പാർട്ടി കമ്പനീസ് ഓൺലി, സെലക്റ്റഡ്, അതായത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഏതെല്ലാം തേർഡ് പാർട്ടി കമ്പനീസിനാണ് നമ്മൾ പെർമിഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഒരുപാടുണ്ട്, ആമസോൺ, അഡോബ്, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനീസ് ഉണ്ട്.
അപ്പോൾ നമുക്ക് പെർമിഷൻ കൊടുക്കേണ്ട കമ്പനീസിന് മാത്രം നമുക്കവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല, നമുക്ക് അതിന് താഴെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൾ തേർഡ് പാർട്ടി കമ്പനീസ് എന്ന് പറഞ്ഞിട്ട്. അതായത് എല്ലാ തേർഡ് പാർട്ടി കമ്പനീസിനും നമ്മൾ പെർമിഷൻ കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സ് സേവായി നമ്മുടെ വീഡിയോൻ്റെ പെർമിഷൻ നമ്മൾ കൊടുത്തു. ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി കമ്പനീസിന് എടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി വേണ്ട. നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞ് നേരത്തെ ചെയ്ത പോലെ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ പോവുക, അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുക്കുക. ശേഷം നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ടിക്ക് അങ്ങ് ഒഴിവാക്കി കൊടുക്കുക. തേർഡ് പാർട്ടി ട്രെയിനിങ് എന്നുള്ള ആ ടിക്ക് ഒഴിവാക്കി കൊടുത്ത ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പെർമിഷൻ അതിൽ നിന്ന് റിമൂവ് ആകുന്നതാണ്. അപ്പോൾ ഈ ഒരു പെർമിഷൻ കൊടുത്തു എന്നതുകൊണ്ട് നമ്മുടെ എല്ലാ വീഡിയോയും അവരെടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് വേണം ഷെയർ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, അതല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ ചാനലിൽ എന്തെങ്കിലുമൊക്കെ നല്ലതോ അല്ലെങ്കിൽ സ്ട്രൈക്കോ എന്തോ ആയിക്കോട്ടെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അത് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ ചാടി കയറി യെസ് കൊടുക്കാതെ അല്ലെങ്കിൽ എനേബിൾ ചെയ്യാതെ അത് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നതാണ് നമ്മുടെ ചാനലിന് നല്ലത്. അത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ നോട്ടിഫിക്കേഷൻ അതല്ലെങ്കിൽ ഇമെയിൽ ത്രൂ യൂട്യൂബ് അറിയിക്കുന്നതാണ്. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഇമെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതിനോടുകൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ആ ഒരു സ്പേസിലല്ല, ഞാൻ മറ്റൊരു സ്ഥലത്താണ്, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലാണ്. അത് ആ ഒരു തിരക്കുള്ളത് കൊണ്ടാണ് വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആയത്. അപ്പോൾ എന്തായാലും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.